ഇതാദ്യമായിട്ടല്ലല്ലോ കാന്തപുരം ലിംഗസമത്വത്തെ എതിർത്തുകൊണ്ടുള്ള നിലപാടുകൾ അറിയിക്കുന്നത്. പെൺകുട്ടികൾ 16 വയസ്സിൽ താഴെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത് ഇതേ കാന്തപുരമായിരുന്നില്ലേ? അത് വലിയ വിവാദമായിരുന്നില്ലേ? പെൺകുട്ടികൾ പൊതു ഇടങ്ങളിൽ പോയി പണിയെടുത്താൽ വലിയ തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞതും ഇതേ കാന്തപുരമായിരുന്നില്ലേ? അപ്പോഴും ചർച്ചയും പ്രശ്നങ്ങളും നമ്മളുണ്ടാക്കി. അപ്പോൾ കാന്തപുരത്തെക്കുറിച്ച് പറയുമ്പോൾ കാന്തപുരം അതിനെ നരേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ലിംഗസമത്വമല്ല വേണ്ടത്, ലിംഗനീതിയാണ് എന്നാണ്. തുടർച്ചയായിട്ട് പറയുന്നത് അങ്ങനെയാണ്. ഇന്നലെയും കാന്തപുരത്തെ അനുകൂലിച്ചുകൊണ്ട് ഈ AP വിഭാഗത്തിലെ ചില നേതാക്കൾ പറഞ്ഞത് അങ്ങനെയാണ്. ഞങ്ങൾ ലിംഗനീതിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ലിംഗസമത്വമില്ലാതെ ലിംഗനീതി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഈ സമത്വം എന്ന് പറയുന്നത് 1 = 1 എന്ന അർത്ഥത്തിലല്ല. അത് പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒന്നാണ്. പലരും ആദ്യമേ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: പുരുഷന് തെങ്ങ് കയറാൻ പറ്റുന്ന പോലെ സ്ത്രീക്ക് തെങ്ങ് കയറാൻ പറ്റൂ എന്ന ബാലിശമായ ചോദ്യമാണ് ഈ ലോജിക്കിന് പിന്നിലുള്ളത്. ഇനി സ്ത്രീകൾ തെങ്ങ് കയറാറുമുണ്ട്. അതല്ലല്ലോ യഥാർത്ഥത്തിൽ സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അവകാശത്തിൻ്റെ പെർസ്പെക്റ്റീവിലാണ് എന്നുള്ളതാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സമുദായങ്ങൾ നിൽക്കുന്നത് അവകാശങ്ങൾക്ക് മുൻപുള്ള ചരിത്രത്തിലും അവകാശങ്ങൾ വന്നതിന് ശേഷമുള്ള ചരിത്രത്തിൽ ഈ സമുദായങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ്. വ്യക്തികൾ വരുന്നു, അവകാശങ്ങൾ വരുന്നു. ആ വ്യക്തിയുടെയും അവകാശങ്ങളുടെയും ഒക്കെ പുതിയ കാലഘട്ടത്തിൽ സമുദായങ്ങളെ സംബന്ധിച്ച് വലിയ ആശയപരമായ സംഘർഷമുണ്ടാവും.